ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വിൻ്റർ സീസണൊക്കെ ഇങ്ങനെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ കർട്ടനൊക്കെ ഒന്ന് മാറ്റി ക്ലീനിങ് ചെയ്യാമെന്നൊക്കെ വിചാരിക്കണം. അതുപോലെ സോഫ കവേഴ്സും എല്ലാം മാറ്റി വീട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് എല്ലാം ഒന്ന് ഒരു ചെറിയൊരു റിന്യൂവൽ നടത്തണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ സ്ഥിതി. ഫുൾ വിൻ്റർ സീസണിൽ ഇത് തന്നെയാണ് കിടന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് മാറ്റണം. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസം ഞങ്ങൾക്ക് വെയിലും കാര്യങ്ങളൊക്കെ വിൻ്റർ സീസണിൽ അത്രയും വെയിലുണ്ടായാൽ പോലും നമുക്ക് അധികം ചൂട് ഫീൽ ചെയ്യുന്ന സൈസ് വെയിലല്ല, ചെറിയ വെയിലൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കട്ടിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങൾക്ക് വിൻ്ററൊക്കെ കഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ വെയിലിനൊക്കെ ചൂടായി തുടങ്ങി. ഇതെല്ലാം നമുക്കിനി വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്ത് വെച്ച് വേറൊരു സെറ്റ് എടുത്തിടണം. അപ്പോൾ ഞാൻ ചേട്ടനോട് കർട്ടനൊക്കെ ഒന്ന് ഊരി തരാൻ പറഞ്ഞത്. ചേട്ടൻ കർട്ടനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഹോളിഡേ ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, ക്ലീനിങ് കാര്യങ്ങളെല്ലാം. അല്ലാത്തപ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ച് തുറച്ചിടുക, അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഹോളിഡേ ഒക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പിന്നെ ഇവിടെ വിൻഡോസൊക്കെ ഒന്ന് തുറന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി വൃത്തിയാക്കണം. ഒത്തിരി ജോലികളുണ്ടെന്ന്. അതിൻ്റെ ഉള്ളിൽ കൂടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ആ കുക്കിങ് കാര്യങ്ങൾ അതും ബാക്കി കിടക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വാഷ് ചെയ്ത് ഉണക്കിയെടുക്കണം. ഉണക്കി മടക്കി എടുത്ത് വെക്കണം. ഇനി സമ്മറിലേക്ക് കിടക്കണം ഞങ്ങൾ. കർട്ടനുകളൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് മുകളിലും താഴേക്കായിട്ട് മറാമ്പല പോലെയൊക്കെയും ഒക്കെ തട്ടാനുണ്ടായിരുന്ന പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി കൊടുക്കണം. അതിനുശേഷം വിൻഡോസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് പുതിയ കർട്ടൻ എടുത്തിടാനായിട്ട്. താഴെയും അടിച്ചു വരാനൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു അടിക്കൽ കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്ക് ഇത്രയ്ക്കൊക്കെ ആയി. നമ്മൾ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയൊക്കെ അടിക്കുമ്പോൾ എവിടെ നിന്ന് ഇത്രയ്ക്കും മണ്ണും പൊടിയൊക്കെ വരുന്നതെന്നൊന്നും ഒരു പിടുത്തമില്ല. ഡെയിലി അടിച്ചു വരുന്നതാണെങ്കിലും വീണ്ടും നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഇഷ്ടം പോലെ മണ്ണും പൊടിയാണ് റൂമിൽ നിന്ന് വരുന്നത്. ചേട്ടൻ എന്നെ സഹായിച്ചിരുന്നുണ്ട്. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ബാക്ക് പെയിൻ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ ഹെൽപ്പ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് ഇന്ന് ചേട്ടൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് ഉണ്ട്. അല്ലെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്ത് തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അടിച്ചു വാരിയും ഒക്കെ തരുന്നുണ്ട്. ഒരാഴ്ച എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ. അപ്പോൾ ഡോക്ടറെ പോയി കണ്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുറവുണ്ട്, ഇഞ്ചക്ഷനൊക്കെ കിട്ടി. പിന്നെ മെഡിസിൻ ഉണ്ട്, 10 ദിവസത്തേക്കുള്ള മെഡിസിൻ. അപ്പോൾ അധികം കുനിഞ്ഞുള്ള വർക്കുകൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കുനിഞ്ഞുള്ള വർക്കുകളൊന്നും അവോയ്ഡ് ചെയ്തേക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അങ്ങനെ ചേട്ടൻ അടിച്ചു വാരിയൊക്കെ തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്താ വിൻഡോസൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. വിൻഡോസിനൊക്കെ നല്ലപോലെ തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ എപ്പോഴും തുറന്നിടാറൊന്നുമില്ല. കാരണം നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ റൂമിലേക്കൊക്കെ. അതായത് കൊണ്ട് എപ്പോഴും അടഞ്ഞ് ഇങ്ങനെ ഇരുന്നായിരുന്നു വിൻഡോസൊക്കെ. അപ്പോൾ ഇപ്പം എന്തായാലും തുറന്ന് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗ്ലാസ്സുകളെല്ലാം ഒന്ന് വൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ചേട്ടൻ എന്നെ സഹായിച്ചിരുന്നുണ്ട്. എല്ലാ ജോലികളിലും സഹായിച്ചിരുന്നുണ്ട് കേട്ടോ. കാരണം എനിക്കിപ്പോൾ നല്ല ബാക്ക് പെയിൻ ഉള്ള ഒരു ടൈമാണ്. എന്നാലും നമുക്കിങ്ങനെ ഹോളിഡേയ്സൊക്കെ കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരേ വർക്കിംഗ് ഫീൽഡിലായതുകൊണ്ട് തന്നെ ഹോളിഡേ ഒക്കെ കിട്ടുമ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഹോളിഡേ കിട്ടിയ ദിവസം. അപ്പോൾ ചേട്ടനും ഫ്രീയാണ്, ഞാനും ഫ്രീയാണ്. അപ്പോൾ വീട്ടിലുള്ള സമയം നോക്കി ഇങ്ങനെയുള്ള കോമൺ ജോലികൾ ചെയ്യണമെങ്കിൽ നമുക്ക് ടൈമിന് തീരുകയും ചെയ്യും. നമുക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും, നമ്മളും ഫ്രീ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓർത്ത് ഇന്നിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇന്ന് ആവശ്യം വെയിലൊക്കെ ഉണ്ട്. ഒരു നല്ല കാലാവസ്ഥയ്ക്കായിട്ട് തോന്നി. ഇങ്ങനത്തെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വിൻഡോസൊക്കെ വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഞാൻ എന്താ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകണം കേട്ടോ. വാഷ് ബേസിനുമേ ആകെ പൊടിയൊക്കെ പിടിച്ച് നമ്മളിപ്പോൾ അടിച്ചു വാരിയിടുകയൊക്കെ ചെയ്ത് തരുന്നുണ്ട് തന്നെ നല്ലപോലെ തന്നെ പൊടിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ക്ലീനിങ്ങും കൂടെ ഇതിനോടൊപ്പം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ വാഷ് ബേസിനെല്ലാം കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇതാ റൂമൊക്കെ ഒന്ന് നല്ലപോലെ തുടയ്ക്കാനായിട്ട് പോകണം. അപ്പോൾ ഓൾറെഡി ചേട്ടൻ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ തുടയ്ക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം കുനിഞ്ഞ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ തുടയ്ക്കാൻ ഞാൻ ഏറ്റെടുത്ത് തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ റൂമൊക്കെ ഒന്ന്. അപ്പോഴേക്കും ഇന്നിതാ കുറേ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാഷിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ചേട്ടൻ എല്ലാം വിരിച്ചിടാനായിട്ട് കൊണ്ടുപോയേക്കായിരുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി വെയിലത്ത് കൊണ്ടുപോയി വിരിച്ചിട്ട് ചേട്ടൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഇവിടുത്തെ തുടയ്ക്കല് കാര്യങ്ങളെല്ലാം സോഫയും കാര്യങ്ങളെല്ലാം വലിച്ചു നീക്കിയിട്ട് ഇങ്ങനെ ഇതാ തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ റൂമൊക്കെ. അപ്പൊ അങ്ങനെ വീട് മൊത്തം അടിച്ച് തുടച്ച് വൃത്തിയാക്കി. അതിനോടൊപ്പം തന്നെ കർട്ടൻസ് എല്ലാം വാഷ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കർട്ടൻസ് എല്ലാം എന്താ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കൊണ്ടുപോയി വെയിലത്തിടണം. ഇപ്പോൾ നല്ല സൂപ്പർ വെയിലാണ്. അപ്പോൾ വാഷിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് സോഫ കവറുകളൊക്കെ ഒന്ന് മാറ്റണം. അപ്പോൾ അത് ഞാൻ ഈ കർട്ടൻസൊക്കെ ഒന്ന് വെയിലത്ത് കൊണ്ടുപോയിട്ടിട്ട് വരാം. അപ്പോൾ അങ്ങനെ കർട്ടൻസ് എല്ലാം വെയിലത്തൊക്കെ കൊണ്ടുപോയിട്ട് വന്നു. അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ വാഷ് ചെയ്ത് വെച്ചിരുന്ന കർട്ടൻ എടുത്ത് ഇടണം കേട്ടോ. ചേഞ്ച് ചെയ്യണം. ഇനി ഇവിടത്തേക്ക് ഇടാൻ കിടക്കണം ബാക്കി. ഞങ്ങൾ കർട്ടൻസ് എല്ലാം അലക്കി ഉണങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ ഇങ്ങനെ മടക്കി ബിഗ് ഷോപ്പറുകളിലാക്കിയാണ് വെക്കാറ്. അപ്പോൾ എടുക്കേണ്ട സമയത്ത് എടുത്താൽ മതിയല്ലോ. ചേട്ടനിവിടെ വിൻഡോസും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വിൻഡോയിലേക്ക് നമുക്ക് 2 കർട്ടൻ വെച്ച് വേണം. ഞങ്ങളുടെ ഇങ്ങനെ 3 പാളിയുടെ വിൻഡോ ആണ്. അപ്പോൾ 2 എണ്ണം വെച്ചിട്ടില്ലെങ്കിൽ കുറവായിട്ട് തോന്നും, നമുക്ക് എത്താത്തത് പോലെ തോന്നും. 2 എണ്ണം ഇടണമെങ്കിൽ കുഴപ്പമില്ല, നോർമലായിട്ട് ഇങ്ങനെ കിടന്നോളും. അപ്പോൾ ഞാൻ എന്താ ഫ്ലവേഴ്സൊക്കെ നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് വെച്ചായിരുന്നു. ഇതുമൊക്കെ ഇങ്ങനെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി ഉണക്കി ഇതാ വീണ്ടും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കർട്ടൻ കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഐറ്റംസ് എല്ലാം ഒന്ന് മാറ്റണം. അപ്പോൾ ആരംഭിക്കാം. നല്ല സോഫ കവറായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സോഫ കവറാണ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, പക്ഷെ നല്ലതാണ് കേട്ടോ. കുഷൻ കവർ അതെ, ഇത് നമ്മൾ ഒരുമിച്ച് വാങ്ങിയതാണ്. ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ, നല്ലത് കിട്ടി എന്തായാലും. ഇനി ഇവിടെ ഞാൻ സോഫയും അതുപോലെ തന്നെ നമ്മുടെ ടീപ്പോയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തുടയ്ക്കട്ടെ, ക്ലീൻ ചെയ്യണം. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം, പിന്നെ സോഫകളും അതിൽ ഒന്ന് ക്ലീൻ ചെയ്യണം ബ്രഷ് വെച്ച്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞൂടോ, കണ്ടില്ലേ എവിടെയൊക്കെ ചെറുതായിട്ട് പൊടിയുണ്ടോ. റൂമൊക്കെ അടിച്ച് തുടച്ചൊക്കെ ഇട്ടതായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്ന രണ്ടാമതും ഒന്നും കൂടെ അടിക്കേണ്ടി വരും. പൊടിയൊക്കെ വീണിട്ടുണ്ട് വീണ്ടും. ഇത് നമ്മൾ പുതിയ സെറ്റ് ഇടാൻ പോവാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിയതാട്ടോ. ഇതാ ഈ ഒരു ഐറ്റം നമ്മൾ ഇട്ടിട്ടില്ല ഇതുവരെ. ഇങ്ങനെയുണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടമായിട്ടോ. ഇതിങ്ങനെ ഓൺലൈനിൽ കണ്ടപ്പോൾ വാങ്ങിയതാ.
അപ്പോൾ അതാണ് നമ്മുടെ സോഫ കവറും കുഷ്യൻ കവറും എല്ലാം നമ്മളിട്ട് ഒക്കെ സെറ്റപ്പായി. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നമ്മുടെ പുതിയൊരു മേക്ക് ഓവർ എങ്ങനെയുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ജോലികളായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് ഒത്തിരി ജോലികളായിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരുവിധമൊക്കെ തീർന്നു. ഇതായിരുന്നു ഫൈനൽ ജോലി എന്ന് പറയാം. ഇനി എനിക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാനുണ്ട്. അലക്കിയത് നല്ല വെയിലൊക്കെ ആയി തുടങ്ങി, ഇപ്പോൾ ചൂടുമായി തുടങ്ങി. അപ്പോൾ പുറത്തൊക്കെ ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ക്ലീൻ ചെയ്ത് എല്ലാവരും അവരവരുടെ വിൻ്റർ ക്ലോത്ത്സും കാര്യങ്ങളെല്ലാം വാഷ് ചെയ്തിട്ടുണ്ട്. നമ്മളായാലും കർട്ടൻസ് കാര്യങ്ങളെല്ലാം മാറ്റി. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്ന ദിവസം. പിന്നെ ഇന്ന് എനിക്ക് ഹെന്നയും കൂടെ തേക്കേണ്ട ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഹെന്ന തേക്കാൻ ഹോളിഡേ ഒക്കെ കിട്ടുമ്പോഴേ നമുക്ക് ടൈം കിട്ടുള്ളൂ. പിന്നെ വിൻ്ററിൽ ഞാൻ അധികം ഹെന്ന തേക്കാറില്ല, സമ്മറിലാണ് ഹെന്നയൊക്കെ തേക്കുന്നത്. അപ്പോൾ അതാ ഇന്ന് ഹെന്ന തേച്ചായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഹെന്നയൊക്കെ തേച്ചു. അപ്പോൾ അതെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞ് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഫ്രഷായി. ഇപ്പോൾ ഒരുവിധം ജോലികളൊക്കെ തീർന്നു. ഇനി ഉണങ്ങി കൊടുന്ന കുറച്ച് തുണികൾ ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ പുറത്തെ അവസ്ഥയും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. വെയിലും ചൂടും, പിന്നെ ചൂടെന്നായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ, വെയിൽ കാണിച്ചു തരാം നിങ്ങളെ. അതുപോലെ തന്നെ തുണികളൊക്കെ എല്ലാവരും വാഷ് ചെയ്തിട്ടേക്കാം. ക്ലീനിങ് ഡേ, ഞങ്ങളുടെ ഹോളിഡേ എങ്ങനെ ഒരു ക്ലീനിങ് ഡേ ആയിട്ട് മാറുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. പുറത്ത് കണ്ടോ നല്ല സൂപ്പർ വെയിൽ. ഞങ്ങൾക്ക് വിൻ്റർ സീസണിന് ശേഷം നല്ലൊരു സൂപ്പർ വെയിൽ കിട്ടിയൊരു ദിവസമാണ്. എല്ലാവരും അവരവരുടെ ഡ്രസ്സുകളെല്ലാം വാഷ് ചെയ്തിട്ടേക്കാണ്. കമ്പിളി, മോസ്കിറ്റോ നെറ്റ്, ബെഡ്ഷീറ്റുകൾ, കർട്ടൻസ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം വാഷ് ചെയ്തിട്ടേക്കാം. അതുപോലെ കുട്ടികളുടെ ക്ലാസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ കുട്ടികളുടെ ബാഗ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം വാഷ് ചെയ്തേക്കാണ്. ഇതാണ് ഞങ്ങളുടെ ക്വാർട്ടേഴ്സിനോട് തൊട്ട് ചേർന്നുള്ള കോമ്പൗണ്ട് കേട്ടോ. ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ക്വാർട്ടേഴ്സ്. പിന്നെ ഈ വർഷം ഞങ്ങളുടെ മാവ് പൂത്തിട്ടുണ്ട്. പക്ഷെ കുരങ്ങ് എത്രത്തോളം നമുക്ക് മാങ്ങ തരുന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ മാവുമ്മയുള്ള പൂക്കളെല്ലാം ഒടിച്ച് എല്ലാം ചീത്തയാക്കി കളയാണ്. ഇത് അങ്ങ് ദൂരെ കണ്ട ആ വീടിന്റെ മുകളില് കുരങ്ങിരിക്കുന്നത് ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല. I don't wanna fight no more, cause I don't feel the need no more, no. Just wanna make it stop. Maybe it's something. അങ്ങനെ വീണ്ടും വീടിനകത്തേക്ക് വന്നിരിക്കുകയാണ് ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ലിജി. എല്ലാ ജോലികളും കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, എന്നാലും ഒരുവിധം ജോലികളൊക്കെ തീർത്തു. ഇനി ഇതാ തുണികളൊക്കെ ഇതാ വെയിലത്ത് പോയി എടുത്തുകൊണ്ടുവന്നത് ഇവിടെ തുണികളൊക്കെ കൊടുത്തിട്ടേക്കാണ്. ഈ തുണികളും കൂടെയൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് എന്തായാലും റെസ്റ്റായി. അപ്പം ഇനി അതും കൂടെ ചെയ്താലേ ഒന്ന് ഫ്രീ ആവുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ റൂമിന്റെ ഫൈനൽ ലുക്ക്. As much as this does, we had a good run. Don't say we didn't. I was your first love, and you were my first one. Cheers to all the memories, the venom and the remedies. Yeah, promise I won't forget. Yeah, maybe it's something in the. ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ക്ഷീണമായി. ഇതിൽ കൂടെ ബാക്ക് പെയിൻ മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് തന്നെ മടക്കാന്ന് വെച്ചു. It's too late not to let it go, and that's why I wish you the best and say goodbye. You start to get dressed and then we cry. അങ്ങനെ തുണികളൊക്കെ മടക്കി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്തു വെക്കേണ്ട പോലെയൊക്കെ ഒന്ന് എടുത്തു വെക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ എടുത്തു വെക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഡീപ്പ് ക്ലീനിങ് വിശേഷങ്ങൾ, നമ്മൾ ഹോളിഡേയിൽ എടുത്തിരിക്കുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലിജീസ് വ്ളോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.